അഥർവയും നിമിഷയും അഭിനയിച്ച് അടുത്തിടെ പുറത്തിറങ്ങിയ ഇമോഷണൽ ക്രൈം ത്രില്ലർ സിനിമയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സിനിമയുടെ തുടക്കത്തിൽ മെഡിക്കൽ കോഡിംഗ്, മെഡിക്കൽ റെപ്പ് തുടങ്ങിയ ജോലികൾ ചെയ്യുന്ന ഒരു ഏജന്റിനെയാണ് കാണിക്കുന്നത്. അയാൾ എപ്പോഴും ജോലിയിൽ തിരക്കുള്ള ഒരാളാണ്. ഒരു ദിവസം ജോലി കഴിഞ്ഞ് ക്ഷീണിതനായി വീട്ടിലേക്ക് പോകുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഉറക്കമില്ലായ്മ കാരണം അയാൾ ഉറക്കപ്പിച്ചിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അശ്രദ്ധമായി മുന്നിൽ പോവുകയായിരുന്ന ഒരു വാഹനത്തെ ഇടിച്ചു തെറിപ്പിക്കുന്നു. അയ്യോ, ശ്രദ്ധിക്കാതെ ഇങ്ങനെ ചെയ്തു പോയല്ലോ എന്ന് വിചാരിച്ച് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു ദമ്പതികൾക്ക് അപകടം പറ്റി അനക്കമില്ലാതെ കിടക്കുന്നത് കാണുന്നു. അതോടെ പേടിച്ച് അയാൾ ഉടനെ ആംബുലൻസിനെ വിളിക്കുന്നു. ആംബുലൻസ് പെട്ടെന്ന് തന്നെ സംഭവസ്ഥലത്ത് എത്തുന്നു. ആംബുലൻസ് ഡ്രൈവർ അപകടം ചെയ്ത ഏജന്റിനെ ആശുപത്രിയിൽ വെച്ച് പലപ്പോഴും കണ്ടിട്ടുണ്ടാവണം. അതുകൊണ്ട് അയാൾ ഏജന്റിനോട് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. ഭാര്യാഭർത്താക്കന്മാരെ രണ്ടുപേരെയും ആംബുലൻസിൽ കയറ്റുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോൾ അടുത്തുള്ള പുല്ലിൽ ഒരു കൈക്കുഞ്ഞ് വീണു കിടക്കുന്നു. ഭാഗ്യത്തിന് കുഞ്ഞ് പുതപ്പിൽ പൊതിഞ്ഞിരുന്നതിനാൽ കുഞ്ഞിന് ഒന്നും പറ്റിയില്ല. വേഗത്തിൽ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ച് അഡ്മിറ്റ് ചെയ്യുന്നു. പക്ഷേ ദമ്പതികൾ ഇരുവരും മരണപ്പെട്ടിരുന്നു. അപകടത്തിൽപ്പെട്ടവരെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് അന്വേഷിക്കാൻ പോലീസ് വരുന്നു. പോലീസിനെ കണ്ടയുടനെ ഏജന്റ് പരിഭ്രാന്തനാകാൻ തുടങ്ങുന്നു. ഡ്രൈവർ അയാളോട് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പോലീസുമായി സംസാരിക്കുന്നു. ഡ്രൈവറോട് പോലീസ് അപകടത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ രണ്ടും റോഡിൽ കിടക്കുകയായിരുന്നു, അതാണ് എടുത്തുകൊണ്ടുവന്നത്. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു, കറണ്ടും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഭയങ്കര ഇരുട്ടായിരുന്നു, അതുകൊണ്ട് വേറൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് അയാൾ അവസാനിപ്പിക്കുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതേ ആശുപത്രിയിൽ ഒരു സ്ത്രീക്ക് പ്രസവം നടക്കുന്നുണ്ടായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് നഴ്സ് പുറത്തേക്ക് വരുന്നു. ആ സ്ത്രീയോട് ഭർത്താവ് എന്താ കുഞ്ഞ് എന്ന് ചോദിച്ചപ്പോൾ നഴ്സ് കുഞ്ഞ് മരിച്ചുപോയി, ഭാര്യയ്ക്ക് ഒരു പ്രശ്നവുമില്ല, ബോധം കെട്ടു കിടക്കുകയാണ് എന്ന് പറഞ്ഞു പോകുന്നു. അവർക്ക് 10 വർഷമായി കുട്ടികളില്ലായിരുന്നു, ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായപ്പോൾ അത് ഇങ്ങനെയായിപ്പോയല്ലോ എന്ന് വിചാരിച്ച് അയാൾ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങുന്നു. ഇതൊക്കെ ഏജന്റ് അയാളിരിക്കുന്നതിനടുത്ത് ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അയാൾക്ക് ഒരു ആശയം തോന്നുന്നത്. അവർ എടുത്തുകൊണ്ടുവന്ന കുട്ടിയെ ഇയാൾക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് അവർ അയാളുമായി സംസാരിക്കുന്നു. 10 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് അയാൾ ആലോചിച്ചു നോക്കിയിട്ട് ആ കുട്ടിയെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഏജന്റിന് ഒരു പ്രശ്നവുമില്ലാതെ പോലീസിൽപ്പെടാതെ രക്ഷപ്പെടുന്നു. എങ്ങനെയോ രക്ഷപ്പെട്ടല്ലോ എന്ന് ഡ്രൈവറോട് പറയുമ്പോൾ അയാൾ തെറ്റ് ചെയ്തവൻ ഒരിക്കലും രക്ഷപ്പെടില്ല, ഒരു ദിവസം തീർച്ചയായും പിടിക്കപ്പെടും. ആ ശിക്ഷ വൈകിയെന്ന് മാത്രം എന്ന് പറയുന്നു. ആ സീനിൽ നിന്ന് കട്ട് ചെയ്താൽ ഇപ്പോൾ 20 വർഷത്തിനു ശേഷം വർത്തമാനകാലമാണ് കാണിക്കുന്നത്. ഇപ്പോഴാണ് നായകൻ ആയ ആനന്ദിന്റെ ഇൻട്രോ. പേര് ആനന്ദ്. പ്രണയനിഷ്ഠത്തിൽ മദ്യപിച്ച് നടക്കുകയാണ്. വീടിനേക്കാൾ അധിക സമയവും ബാറിലാണ്. ഉറങ്ങാൻ മാത്രമാണ് വീട്ടിലേക്ക് പോകുന്നത്. ഇയാൾ പ്രണയനഷ്ടം കാരണം എപ്പോഴും മദ്യപിച്ച് ഉത്തരവാദിത്തമില്ലാതെ നടക്കുന്നതുകൊണ്ട് അച്ഛനും മകനും തമ്മിൽ ഒട്ടും യോജിക്കുന്നില്ല. ഇതുകാരണം വീട്ടിൽ എപ്പോഴും വഴക്കുകൾ ഉണ്ടാകും. ഇയാൾ എല്ലാ ദിവസവും ബാറിൽ പോയി നന്നായി മദ്യപിച്ച് കിടക്കും. ഇയാളുടെ സുഹൃത്തുക്കളാണ് എപ്പോഴും വീട്ടിൽ വന്ന് ഇയാളെ വീട്ടിൽ കൊണ്ടുപോകാർ. ഇയാൾ ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ നടക്കുമ്പോൾ ഇയാളുടെ കാമുകി ബന്ധം വേർപ്പെടുത്തി വേറെ കല്യാണം കഴിച്ചുപോയി. മൂത്ത മകൻ ആനന്ദ് ഇങ്ങനെയായതുകൊണ്ട് ഇളയ സഹോദരന്റെ കല്യാണം നടത്താൻ കഴിയാതെ വരുന്നു. ഒരു ദിവസം രാത്രി വീട്ടിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ആനന്ദ് നല്ലപോലെ മദ്യപിച്ച് സിഗരറ്റും വലിച്ച് ലഹരിയിൽ വീട്ടിലേക്ക് വരുന്നു. നല്ലപോലെ ലഹരിയിലായിരുന്നതുകൊണ്ട് ആടിയുലഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. ഒരു വശത്ത് അനുജൻ നന്നായി പഠിച്ച് ജോലിക്ക് പോയി ഉത്തരവാദിത്തത്തോടെ പെരുമാറുമ്പോൾ മറുവശത്ത് മൂത്തവൻ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് അച്ഛൻ വഴക്ക് തുടങ്ങുന്നു. അതോടെ അച്ഛനും മകനും തമ്മിൽ വലിയ വാക്കുതർക്കമാകുന്നു. അതിൽ ആനന്ദ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇങ്ങനെയാണ് ഇയാളുടെ ജീവിതം ദിനചര്യയായി പോകുന്നത്. ഇയാൾ ഇങ്ങനെയായതുകൊണ്ട് രണ്ടാമത്തെ മകൻ കഷ്ടപ്പെടാൻ പാടില്ലെന്ന് കരുതി അവർക്ക് കല്യാണം നടത്താൻ തുടങ്ങുന്നു. ഒരു ദിവസം പെൺകുട്ടിയുടെ വീട്ടുകാർ ചെറുക്കനെ കാണാൻ ഇവരുടെ വീട്ടിലേക്ക് വരുന്നു. പെൺകുട്ടിയുടെ വീട്ടുകാർ മൂത്ത മകൻ എവിടെ, അയാൾ എന്തു ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ സമയം നോക്കി നായകൻ മദ്യപിച്ച് ലഹരിയിൽ വീട്ടിലേക്ക് വരുന്നു. സുഹൃത്തുക്കളാണ് അയാളെ ബാറിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. വീട്ടിലെ മൂത്തമകനെ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ മുഖം മാറുന്നു. അതിനും പുറമെ ഇയാൾ അനുജനോട് കല്യാണം കഴിക്കരുത്, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇയാൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ദേഷ്യം വരുന്നു. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മൂത്തമകന്റെ ജീവിതം എന്താണെന്ന് നോക്കൂ എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നു. അതോടെ ആനന്ദിന്റെ അച്ഛന് വലിയ നാണക്കേടാകുന്നു. ദേഷ്യപ്പെട്ട അച്ഛൻ നീ നന്നായിരിക്കില്ല, നിന്റെ ജീവിതം നശിച്ചുപോകും എന്ന് ശപിക്കുന്നു. ആനന്ദ് ഇങ്ങനെ ചെയ്തപ്പോൾ അയാളുടെ സുഹൃത്തുക്കൾക്ക് പോലും ദേഷ്യം വരുന്നു. എടാ, അവൾ നിന്നെ വിട്ടുപോയി കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നില്ലേ, നീ എന്തിനാ നിന്റെ ജീവിതം നശിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ
കാമുകി മരിച്ചുപോയി എന്ന് വലിയ സത്യം പറയുന്നു. അത് കേട്ട് സുഹൃത്തുക്കൾ ഞെട്ടുന്നു. കാമുകി ഇയാളെ വിട്ടുപോയി വീട്ടുകാർ നോക്കിയ വേറൊരാളെ കല്യാണം കഴിച്ചത് സത്യമാണ്. പക്ഷേ ഭർത്താവ് അവളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ആ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ അവൾ ആത്മഹത്യ ചെയ്ത് മരിച്ചുപോയി. അതിൽ നിന്നാണ് ആനന്ദ് കൂടുതൽ തളർന്ന് മദ്യത്തിന് അടിമയാകാൻ തുടങ്ങിയത്. ആനന്ദ് ഇപ്പോൾ വീട്ടിൽ ചെയ്ത സംഭവങ്ങൾ കാരണം ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല എന്ന് കരുതി അയാളെ ഒരു പുനരധിവാസ കേന്ദ്രത്തിൽ ചേർക്കുന്നു. അവിടെ ആനന്ദ് തുടർച്ചയായി ചികിത്സ എടുക്കാൻ തുടങ്ങുന്നു. തുടക്കത്തിൽ ലഹരിയിൽ നിന്ന് പുറത്തുവരാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നിരുന്നാലും എങ്ങനെയോ അതിൽ നിന്ന് പതിയെ പുറത്തുവരാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഒരു വശത്ത് നായകന്റെ ജീവിതം ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കുമ്പോൾ ഇങ്ങാണ് ചിത്രത്തിലെ നായികയെ കാണിക്കുന്നത്. ഇവരുടെ പേര് ദിവ്യ. ഇവർക്ക് മാനസിക വളർച്ച കുറഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് കുട്ടികളെപ്പോലെ പെരുമാറും. ഇപ്പോൾ ഇവരെ പെണ്ണ് കാണാൻ വന്നിരിക്കുകയാണ്. ഇതുവരെ ഒരുപാട് പേർ വന്ന് പെണ്ണ് കണ്ടിട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇവർക്കുള്ള പ്രശ്നം കാരണം ഒരു ചെറുക്കനും സമ്മതിച്ചില്ല. ഇപ്പോഴും അമ്മ ഇവരോട് വന്നിരിക്കുന്ന ചെറുക്കന്റെ വീട്ടുകാരെ നോക്കി ചിരിക്കരുത്, അവരോട് ഒന്നും സംസാരിക്കരുത് എന്ന് പാകത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അവരും അമ്മ പറഞ്ഞുകൊടുത്ത പോലെ മിണ്ടാതെ പോയി ചെറുക്കന്റെ വീട്ടുകാർക്ക് കാപ്പി കൊടുക്കുകയാണ്. അവർ പെൺകുട്ടിക്ക് നന്നായി പാചകം ചെയ്യാൻ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ദിവ്യ ഞാൻ നന്നായി പാചകം ചെയ്യും, ചാനൽ പോലും ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഇത്രനേരം മിണ്ടാതിരുന്നിട്ട് വളരെ കളകളായി സംസാരിക്കാൻ തുടങ്ങുന്നു. ദിവ്യ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടപ്പോൾ ചെറുക്കന്റെ വീട്ടുകാർക്ക് പെൺകുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാകുന്നു. അതുകൊണ്ട് പതുക്കെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇങ്ങനെ ഇപ്പോൾ വന്ന ചെറുക്കനും പോയതുകൊണ്ട് അമ്മ ദേഷ്യപ്പെട്ട് മകളെ ഒരുപാട് വഴക്ക് പറയാൻ തുടങ്ങുന്നു. അതിൽ ദിവ്യ ഒരുപാട് കന്നു കലങ്ങി പോകുന്നു. ഇവരിങ്ങനെ ഇരുന്നാൽ കല്യാണം നടത്തിക്കൊടുക്കാൻ കഴിയില്ലെന്ന് കരുതി ഇവർ സാധാരണ പോകാറുള്ള ഡോക്ടറുടെ അടുത്തേക്ക് ദിവ്യയും കൊണ്ടുവരുന്നു. അമ്മ ദിവ്യയുടെ അവസ്ഥ പറയുന്നു. അത് കേട്ട ഡോക്ടർ ദിവ്യയെ അവിടെ ഇരുത്തി സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് എത്ര രോഗികൾ പുറത്ത് കാത്തിരിപ്പുണ്ടെന്ന് എന്നീ വരാൻ പറയുന്നു. അവരും ഞാൻ എന്നീ വരാം ഡോക്ടർ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു. ഇതാണ് ദിവ്യയുടെ സ്വഭാവം. അവൾ പോയതിനു ശേഷം ഡോക്ടർ അമ്മയോട് ദിവ്യയ്ക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അവർ അങ്ങനെയാണ്, അവരിൽ നിന്ന് ആർക്കും ഒരു പ്രശ്നവും വരില്ല എന്ന് പറയുന്നു. ഈ പ്രശ്നമുള്ളവർ വളരെ സെൻസിറ്റീവ് ആയവരാണ്. എന്തെങ്കിലും പറഞ്ഞാൽ മതി, ഒരുപാട് വിഷമിക്കും. അതുകൊണ്ട് ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്ത് സ്വയം മുറിവേൽപ്പിക്കും. അങ്ങനെ നിങ്ങൾക്ക് അത്യാവശ്യമായി കല്യാണം നടത്തിക്കൊടുക്കണമെങ്കിൽ ഇതേപോലെയുള്ള ഒരാളെ കണ്ടെത്തി കല്യാണം കഴിപ്പിക്കണം എന്ന് വെറുതെ പറഞ്ഞ് അവരെ യാത്രയാക്കുന്നു. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതേസമയം ഒരു സർക്കാർ ആശുപത്രി കാണിക്കുന്നു. അവിടെ ഒരു മുത്തശ്ശി വരുന്നു. ഇത് സർക്കാർ ആശുപത്രികളിലെല്ലാം മുറുക്ക് വിൽക്കുന്ന മുത്തശ്ശിയാണ്. പുറമേ കാണുമ്പോൾ മുറുക്ക് വിൽക്കുന്ന പോലെ തോന്നും, പക്ഷേ ഇത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിൽക്കുന്ന മുത്തശ്ശിയാണ്. കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു പ്രശ്നവുമില്ലാതെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകും. അങ്ങനെ തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ മുറുക്ക് സഞ്ചിക്കുള്ളിൽ വെച്ച് മുകളിൽ മുറുക്ക് വെച്ച് മറച്ച് സാധാരണ പോലെ എടുത്തുകൊണ്ടുപോകും. ഈ മുത്തശ്ശി 2-3 സീനുകൾ മാത്രമേ വരൂ. അങ്ങനെ കാണുമ്പോൾ ഇത് ശരിക്കും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന മുത്തശ്ശിയാണോ എന്ന് നമുക്ക് തന്നെ ഒരു ചെറിയ പേടി വരും. മറ്റൊരു വശത്ത് ഡോക്ടർ പറഞ്ഞ സമയം എന്താണെന്ന് അറിയില്ല. ആനന്ദ് പൂർണ്ണമായും സുഖം പ്രാപിച്ച് പുനരധിവാസ കേന്ദ്രത്തിൽ നിന്ന് പുറത്തുവരുന്നു. ഈ സമയത്താണ് ആനന്ദിന്റെ കുടുംബത്തിനും ദിവ്യയുടെ കുടുംബത്തിനും പൊതുവായ ഒരാളിലൂടെ 2 വീടുകളും ബന്ധിപ്പിക്കുന്നത്. ദിവ്യയെ വീട്ടിൽ നിർത്താൻ കഴിയില്ല, കല്യാണം കഴിപ്പിക്കണം. ഈ വശത്ത് ആനന്ദിന് കല്യാണം നടത്തിക്കൊടുത്താൽ മാത്രമേ അനുജന് വഴി തെളിയൂ. അതുകൊണ്ട് ആനന്ദിന്റെ അച്ഛന് ദിവ്യയ്ക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിട്ടും ഇവൻ ഇത്രയേ വരൂ, ഇത് മതി എന്ന് പറഞ്ഞ് പെണ്ണ് കാണാൻ കുടുംബത്തോടൊപ്പം വരുന്നു. ആനന്ദിന് ഈ വിഷയമൊന്നും അറിയില്ല. വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നല്ലോ എന്ന് കരുതി അയാൾ വന്ന് ഇരിക്കുന്നു. പതിവ് പോലെ പെൺകുട്ടിയോട് ചിരിക്കരുത്, സംസാരിക്കരുത് എന്ന് നിർദ്ദേശം നൽകി കയ്യിൽ കാപ്പിയുമായി അയക്കുന്നു. പക്ഷേ പെൺകുട്ടിക്ക് ആനന്ദിനെ കണ്ടയുടനെ ഇഷ്ടമാകുന്നു. ചെറുക്കൻ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഒന്നും സംസാരിക്കാതെ മിണ്ടാതിരിക്കുന്നു. അതുകൊണ്ട് ആനന്ദിന്റെ അച്ഛൻ പെട്ടെന്ന് ഞങ്ങൾക്ക് പെൺകുട്ടിയെ ഇഷ്ടമായി, പക്ഷേ ഒരു കണ്ടീഷൻ, എത്രയും പെട്ടെന്ന് കല്യാണം വെക്കാം എന്ന് പറയുന്നു. ദിവ്യയ്ക്ക് ചെറുക്കനെ ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവൾ വളരെ സന്തോഷവതിയാണ്. ബന്ധങ്ങളെല്ലാം പറഞ്ഞ് ഉറപ്പിച്ച് ഭംഗിയായി കല്യാണത്തിന് തലേന്നുള്ള റിസപ്ഷൻ വരെ എത്തുന്നു. അപ്പോഴും ആനന്ദ് വിഷണ്ണനായി നിൽക്കുകയാണ്. ദിവ്യ ഭയങ്കരമായി ചിരിച്ച് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മൊത്തത്തിൽ അവൾ വളരെ സന്തോഷത്തിലാണ്. പക്ഷേ അവിടെ വന്നിരുന്ന പെൺകുട്ടിയുടെ വീട്ടുകാരിൽ ചിലർ ചെറുക്കന് കാര്യമൊന്നും അറിയില്ലെന്ന് തോന്നുന്നു. പെൺകുട്ടിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് അറിയാതെ ഇങ്ങനെ വന്ന് കുടുങ്ങിപ്പോയല്ലോ എന്ന് അവിടെയും ഇവിടെയും പറഞ്ഞു നടക്കുന്നു. അത് നായകന്റെ ഒരു സുഹൃത്ത് കേൾക്കുന്നു. ഉടനെ ആനന്ദിന്റെ അച്ഛന്റെ അടുത്ത് വന്ന് ഈ കാര്യം പറഞ്ഞ് കല്യാണം നിർത്താൻ പറയുന്നു.
അച്ഛൻ നീ മിണ്ടാതിരിക്ക്, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്നു. അപ്പോഴാണ് ഇതൊക്കെ ആനന്ദിന്റെ അച്ഛന് അറിഞ്ഞിട്ടും നടക്കുന്നതാണെന്ന് അയാൾക്ക് മനസ്സിലാകുന്നത്. പെൺകുട്ടിയെക്കുറിച്ച് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് പെൺകുട്ടിയുടെ അടുത്ത ബന്ധുക്കൾ കേട്ട് വഴക്കിനു വരുന്നു. അതോടെ രണ്ടു വീട്ടുകാരുടെയും ഇടയിൽ വലിയ വാക്കുതർക്കവും ബഹളവും ഉണ്ടാകുന്നു. ഇത് ശരിയാവില്ലെന്ന് കരുതി ആനന്ദിന്റെ സുഹൃത്ത് വെങ്കട്ട് ഈ കാര്യം ആനന്ദിനോട് പറയുന്നു. അയാൾ എല്ലാം മിണ്ടാതെ കേട്ടിട്ട് നേരെ ദിവ്യയുടെ അടുത്ത് വന്ന് ഞാൻ ഇവളെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. അത് കേട്ട് എല്ലാവരും ഞെട്ടുന്നു. ഈ ജീവിതം സ്വയം വന്നു ചേർന്നതാണ്, ഞാൻ ഇത് സ്വീകരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെയിരിക്കും. ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ ആരും വിഷമിക്കേണ്ട എന്ന് പറയുന്നു. അതോടെ മൊത്തം കുടുംബവും സന്തോഷത്തിലാകുന്നു. പിന്നീട് നല്ല പോലെ രണ്ടുപേർക്കും കല്യാണം നടക്കുന്നു. രണ്ടുപേർക്കും പരസ്പരം ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ്. ദിവ്യയും കല്യാണത്തിനു ശേഷം പഴയ പോലെ ഒന്നുമല്ല, വളരെ സാധാരണ രീതിയിലാണ്. ഇങ്ങനെ ഇവരുടെ ജീവിതം നല്ലപോലെ പോകുന്നുണ്ടായിരിക്കുമ്പോൾ മറ്റൊരു നല്ല കാര്യമായി ദിവ്യ ഗർഭിണിയാകുന്നു. ഈ കാര്യം കേട്ട് മൊത്തം കുടുംബവും സന്തോഷത്തിലാകുന്നു. അങ്ങനെ പതിയെ 9 മാസവും കഴിഞ്ഞു. ഇപ്പോൾ പ്രസവത്തിനായി ഒരു സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ പുറത്തു കാത്തിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡെലിവറി ഭംഗിയായി നടക്കുന്നു. അവർക്ക് ഒരു ആൺകുഞ്ഞാണ് ജനിച്ചത്. അത് കണ്ട് ദിവ്യയ്ക്ക് ഭയങ്കര സന്തോഷം. ഡോക്ടർ കുട്ടിയെ വൃത്തിയാക്കിയ ശേഷം കുടുംബത്തിന് കൊടുക്കുന്നു. അതിൽ മൊത്തം കുടുംബവും സന്തോഷത്തിലാണ്. ആനന്ദിന്റെ അച്ഛൻ ഉടനെ കുടുംബത്തിലെ ജ്യോത്സ്യനെ വിളിച്ച് കാര്യം പറഞ്ഞു കുഞ്ഞ് ജനിച്ച തീയതിയും സമയവും പറയുന്നു. ജ്യോത്സ്യൻ കുട്ടിയുടെ രാശി നക്ഷത്രം കണക്കാക്കി കുട്ടി നല്ല സമയത്താണ് ജനിച്ചത്, ഐശ്വര്യമായിരിക്കും എന്ന് പറയുന്നു. അപ്പോഴാണ് അച്ഛൻ കൂടുതൽ സന്തോഷമാകുന്നത്. കുട്ടിയെ ഇൻകുബേറ്ററിൽ കൊണ്ടുപോയി വെക്കാനായി ഡോക്ടർ കുട്ടിയെ അവിടുന്ന് കൊണ്ടുപോകുന്നു. ഇൻകുബേഷനിൽ വെച്ചിരുന്നവരെ കുറച്ചു കഴിഞ്ഞ് കുഞ്ഞിന് പാൽ കൊടുക്കാനായി ഡോക്ടറും നഴ്സും കുഞ്ഞിനെ അമ്മയുടെ അടുത്ത് കൊണ്ടുവരുന്നു. അമ്മ കയ്യിൽ കുഞ്ഞിനെ വാങ്ങുമ്പോൾ അവരും സ്നേഹത്തോടെ തന്റെ കുഞ്ഞിനെ വാങ്ങുന്നു. പക്ഷേ പതിയെ അവരുടെ മുഖം മാറാൻ തുടങ്ങുന്നു. എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇത് എന്റെ കുഞ്ഞല്ല, എന്റെ കുഞ്ഞ് എവിടെ എന്ന് ചോദിക്കുന്നു. ഇത് ആരുടെ കുട്ടിയാണ് എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് മൊത്തം കുടുംബവും ഞെട്ടിപ്പോകുന്നു. ദിവ്യ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ദിവ്യ തങ്ങളുടെ കയ്യിലുള്ളത് സ്വന്തം കുഞ്ഞല്ലെന്ന് പറയുന്നു. ഇത് നിങ്ങളുടെ കുഞ്ഞാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ കള്ളം പറയുകയാണോ എന്ന് ചോദിക്കുന്നു. എല്ലാവരും ഒരുപാട് പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നില്ല. ആശുപത്രിയിലെ വലിയ ഡോക്ടർമാരെല്ലാം വന്ന് സംസാരിക്കുന്നു. ഇവിടെയുള്ള ആർക്കു വേണമെങ്കിലും കള്ളം പറയാം, പക്ഷേ റിപ്പോർട്ട് കള്ളം പറയില്ല, എല്ലാ ഡാറ്റയും ഡിജിറ്റൽ ആണ് എന്ന് പറയുന്നു. അപ്പോഴും അവൾ അപ്പോൾ ഞാൻ കള്ളം പറയുകയാണോ എന്ന് ചോദിക്കുന്നു. അതിനുശേഷം വലിയ ഡോക്ടർക്ക് ഒന്നും പറയാൻ കഴിയാതെ നിങ്ങൾ വിശ്രമിക്കൂ, പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞു പോകുന്നു. അതിനുശേഷം ദിവ്യയുടെ അമ്മയും ആനന്ദും വന്ന് സംസാരിക്കുന്നു. ഡോക്ടറോട് ദിവ്യക്കുണ്ടായിരുന്ന പ്രശ്നം പറയുന്നു. അത് കേട്ട് നിങ്ങൾ ഇത് ആദ്യം പറഞ്ഞില്ലല്ലോ, ആ പ്രശ്നം കൊണ്ടാവാം ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പറയുന്നു. പക്ഷേ കല്യാണത്തിന് ശേഷം ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, അവർ നന്നായിട്ടാണ് ഇരുന്നത് എന്ന് അമ്മയും ആനന്ദും പറയുന്നു. എന്നിരുന്നാലും ദിവ്യ അത്രയും ആത്മവിശ്വാസത്തോടെ പറയുന്നതുകൊണ്ട് ആനന്ദിനും മനസ്സിൽ എന്തോ ഒരു ഉറുമ്പ് അരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും കുട്ടിയെ കണ്ടു, പക്ഷേ ഉടനെ കൊണ്ടുപോയതുകൊണ്ട് തിരികെ കൊണ്ടുവന്നപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലായില്ലായിരിക്കാം എന്ന് ആനന്ദിന് തോന്നാൻ തുടങ്ങുന്നു. അതുകൊണ്ട് ഉടനെ സ്റ്റേഷനിൽ പോയി കുട്ടിയെ മാറിപ്പോയി എന്ന് പരാതി കൊടുത്ത് ഇൻസ്പെക്ടറെയും കൂട്ടിക്കൊണ്ടുവരുന്നു. അയാളും വലിയ ഡോക്ടറുമായി ആദ്യം സംവരിക്കുന്നു. അവർ ഇത് വളരെ വർഷങ്ങളായിട്ടുള്ള ആശുപത്രിയാണ്, ഇവിടെ അങ്ങനെയൊന്നും നടക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നു. രോഗി അകത്ത് വരുന്നത്, അഡ്മിഷൻ ഇടുന്നത്, അവരുടെ സ്കാൻ റിപ്പോർട്ട്, മറ്റു വിവരങ്ങൾ, കുട്ടിക്ക് ഇടുന്ന ടാഗ് വരെ എല്ലാം ഡിജിറ്റൽ ആയി സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ശരി എന്ന് പറഞ്ഞ് ആശുപത്രിയുടെ ഫൂട്ടേജ് പരിശോധിക്കുന്നു. അതിലും കുട്ടിയെ കുടുംബത്തിന് കാണിച്ചിട്ട് ഇൻകുബേറ്ററിൽ വെച്ചിട്ട് തിരികെ എടുത്തു കൊണ്ടുവരുന്നത് വരെ എല്ലാം കൃത്യമായിട്ടുണ്ട്. സംശയിക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് പോലീസിനും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇങ്ങനെ ദിവ്യ മാത്രമാണ് അത് അവരുടെ കുഞ്ഞല്ലെന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം ആശുപത്രി ഭാഗത്ത് ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ആനന്ദിനും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ദിവ്യയെ വാ വീട്ടിലേക്ക് പോകാം എന്ന് വിളിക്കുമ്പോൾ അവൾ എന്റെ കുഞ്ഞ് എവിടെ, അപ്പോഴേ ഞാൻ വീട്ടിലേക്ക് വരൂ എന്ന് പറയുന്നു. എന്നിരുന്നാലും ആനന്ദ് എങ്ങനെയോ പറഞ്ഞ് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഇപ്പോൾ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കുട്ടിയെയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ കുഞ്ഞ് തങ്ങളുടെ കുഞ്ഞല്ലെന്ന് എങ്ങനെ തെളിയിക്കും എന്ന് അന്വേഷിക്കുമ്പോൾ അതിന് കുട്ടിയുടെ അമ്മയുടെ അല്ലെങ്കിൽ അച്ഛന്റെ സാമ്പിളും അതോടൊപ്പം കുട്ടിയുടെ സാമ്പിളും ആവശ്യപ്പെടുന്നു. ആനന്ദും ശരി എന്ന് പറഞ്ഞ് തങ്ങളുടെ സാമ്പിളും കുട്ടിയുടെ സാമ്പിളും എടുത്തു കൊടുക്കുന്നു.
സാധാരണയായി ഈ റിപ്പോർട്ട് വരാൻ 2 ആഴ്ചയോ 2 മാസമോ വരെ ആകാം. പക്ഷേ ഇയാളുടെ സുഹൃത്ത് വെങ്കട്ട് ഒരു വക്കീലായതുകൊണ്ട് അയാളുടെ സുഹൃത്ത് വഴി 2 ദിവസം കൊണ്ട് റിപ്പോർട്ട് വാങ്ങുന്നു. എന്താണ് വന്നതെന്ന് നോക്കിയാൽ റിപ്പോർട്ടിൽ അത് അവരുടെ കുഞ്ഞല്ലെന്ന് വരുന്നു. അത് കണ്ട് ആനന്ദ് ഞെട്ടിപ്പോകുന്നു. ദിവ്യ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ അടുത്തതായി എന്തു ചെയ്യണം എന്ന് ഇൻസ്പെക്ടറോട് ചോദിക്കുമ്പോൾ അയാൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുക എന്നതാണ് ഏക ഓപ്ഷൻ എന്ന് പറയുന്നു. പക്ഷേ കേസ് നടത്തി അത്രയും കാത്തിരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പോലീസ് ടീമിനോട് സഹായിക്കാൻ പറയുന്നു. ഈ കേസിൽ ഇയാൾക്ക് സഹായിയായി നിൽക്കാൻ സ്റ്റേഷനിലെ SI-യെ അയക്കുന്നു. ഇയാൾ 2 ആഴ്ചയ്ക്കുള്ളിൽ വിരമിക്കാൻ പോകുന്ന ആളാണ്. ഇൻസ്പെക്ടർ പറഞ്ഞതുകൊണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അയാളും കൂടെ പോകുന്നു. ആദ്യം വിരമിച്ച SI-യെ കാണാനായി വരുന്നു. അയാളോട് കാര്യം പറയുമ്പോൾ അയാൾ ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ഒരാളുടെ കോണ്ടാക്ട് നൽകുന്നു. അവിടെ വന്ന് ഇതുവരെ കാണാതായ കുട്ടികളുടെ ലിസ്റ്റ് ചോദിക്കുമ്പോൾ അയാൾ ഈ വർഷം മാത്രം 240 കുട്ടികളെ കാണാതായിട്ടുണ്ട് എന്ന് പറയുന്നു. കാണാതായ കുട്ടികളുടെ ലിസ്റ്റ് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വേറൊരു കുഞ്ഞല്ലേ ഇവിടെയുള്ളത്. അപ്പോൾ അതിന്റെ അച്ഛനും അമ്മയും പരാതി കൊടുത്തിട്ടുണ്ടാവില്ലേ, അത് വെച്ച് കണ്ടെത്താൻ വേണ്ടിയാണ്. അയാളും അടുത്തിടെ കാണാതായ കുട്ടികളുടെ ലിസ്റ്റ് എടുത്തു കൊടുക്കുന്നു. 2 പേരും ആ ലിസ്റ്റ് വാങ്ങി അവിടെ നിന്ന് ഇറങ്ങുന്നു. ഈ സെക്ക് ഒരു കുഞ്ഞുണ്ടായിരുന്നു, പക്ഷേ ആ കുഞ്ഞ് മരിച്ചുപോയിരുന്നു. അതാണ് അതുപോലെ ഇവർക്കും ഒന്നും സംഭവിക്കാതിരിക്കാൻ വിരമിക്കുന്ന സമയമായിട്ടും ഇത്രയും ഇറങ്ങി ജോലി ചെയ്യുന്നത്. ഇവിടെ വരുന്നതിനു മുൻപേ SIക്ക് അറിയാവുന്ന പുറത്തുള്ളവരോട് ഏതെങ്കിലും കുഞ്ഞുങ്ങളെ കാണാതായതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. പക്ഷേ ഒരു വിവരവും കിട്ടിയില്ല. എന്നിരുന്നാലും അയാൾക്ക് അറിയാവുന്ന ഒരു ഓട്ടോക്കാരനോട് എന്തെങ്കിലും വിവരം കിട്ടിയാൽ വിളിക്കാൻ പറഞ്ഞു വെച്ചിരുന്നു. 2 പേരും ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്തു വരുമ്പോൾ കൃത്യമായി ആ ഓട്ടോക്കാരനിൽ നിന്ന് കോൾ വരുന്നു. ഇന്ന് ഏരിയയിൽ പൂജ നടക്കുന്നതായി സംസാരിക്കുന്നുണ്ടെന്ന് വിവരം നൽകുന്നു. നരബലിയെയാണ് ഇയാൾ പൂജ എന്ന് പറയുന്നത്. ഓട്ടോക്കാരൻ പറഞ്ഞതുപോലെ രാത്രി ആ ലൊക്കേഷനിലേക്ക് വരുന്നു. പക്ഷേ ആ ലൊക്കേഷനിൽ എവിടെയാണ് നടക്കുന്നത് എന്ന് അവർക്ക് അറിയില്ല. 2 പേരും ചുറ്റും തിരയുന്നു. പക്ഷേ എവിടെയാണ് നടക്കുന്നതെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആനന്ദ് ഉടനെ അവിടെയുള്ള ഒരു വലിയ കെട്ടിടത്തിന്റെ ടെറസിലേക്ക് വന്നു നോക്കുന്നു. ആ ഏരിയയിൽ ഒരു സ്ഥലത്തുനിന്ന് പുക വരുന്നത് കാണുന്നു. പെട്ടെന്ന് താഴെയിറങ്ങി ആ പുക വന്ന സ്ഥലം കണ്ടെത്തി അവിടെ വന്ന് ഒളിഞ്ഞു നോക്കുന്നു. കൃത്യമായി ഓട്ടോക്കാരൻ പറഞ്ഞതുപോലെ അപ്പോഴാണ് ഒരു കുട്ടിയെ നരബലി നൽകാനായി വെട്ടാൻ പോകുന്നത്. അത് കണ്ട ആനന്ദ് കൃത്യമായി അകത്തേക്ക് കയറി അവരെ തടയുന്നു. അവിടെയുള്ള ഗുണ്ടകളെല്ലാം ആനന്ദിനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. അയാൾ അവരെ എല്ലാവരെയും അടിച്ചു കുട്ടിയെ അവരിൽ നിന്ന് രക്ഷിക്കുന്നു. പിന്നാലെ അവിടെ വന്ന SI-യും അവിടെയുണ്ടായിരുന്ന എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നു. അപ്പാടാ കുഞ്ഞ് കിട്ടിയല്ലോ, ഇത് നിന്റെ കുഞ്ഞല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ നായി നോക്കിയിട്ട് അറിയില്ല സാർ എന്ന് പറയുന്നു. അതിൽ സെക്ക് തന്നെ ഭയങ്കര ഞെട്ടലുണ്ടാകുന്നു. ഇപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് SI ദിവ്യയോട് സംസാരിക്കാനായി വരുന്നു. എങ്ങനെയടാ ഇത് നിന്റെ കുഞ്ഞല്ലെന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആശുപത്രിയിൽ കുഞ്ഞ് ജനിച്ചയുടനെ കാണിച്ചു. പാൽ കൊടുക്കാനായി തന്നു. പിന്നീട് ഇൻകുബേറ്ററിൽ വെക്കാനായി കൊണ്ടുപോയി. അതിനുശേഷം തിരികെ പാൽ കൊടുക്കാനായി വാർഡിലാണ് കുട്ടിയെ കണ്ടത്. ജനിച്ച കുട്ടിയെ തേടുന്നത് ഒരു അടയാളമില്ലാത്ത വസ്തുവിനെ തേടുന്ന പോലെയാണ്. എന്തെങ്കിലും അടയാളമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദിവ്യ അതൊന്നും ഓർമ്മയില്ല സാർ, പക്ഷേ ഇത് എന്റെ കുഞ്ഞല്ല എന്ന് പറയുന്നു. അടുത്ത ദിവസം ഇവരുടെ കേസ് കോടതിയിലേക്ക് വരുന്നു. ജഡ്ജിക്ക് മൊത്തം വിവരങ്ങളും പറയുമ്പോൾ അയാൾ അത് കേട്ടിട്ട് കുട്ടിയെ 10 ദിവസത്തിനുള്ളിൽ കണ്ടെത്താൻ ഉത്തരവിടുന്നു. അതോടൊപ്പം ആശുപത്രി ഭാഗത്തും അന്വേഷണത്തിന് എല്ലാവിധത്തിലും സഹകരിക്കണം എന്ന് ഉത്തരവിടുന്നു. ഇപ്പോൾ ആനന്ദ് വീണ്ടും കുട്ടികളെ കാണാതായവരുടെ ലിസ്റ്റിൽ ബാക്കിയുള്ള ആളുകളെ വിളിച്ച് അന്വേഷിക്കാൻ തുടങ്ങുന്നു. പക്ഷേ അതിൽ നിന്ന് ഒരു സൂചനയും കിട്ടുന്നില്ല. ഈ അന്വേഷണത്തിനിടയിൽ അവിടെയും ഇവിടെയും മാലിന്യക്കൂമ്പാരത്തിലും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലുമൊക്കെയായി ചില കുട്ടികളെ കിട്ടുന്നു. പക്ഷേ അതൊന്നും അവരുടെ കുട്ടിയല്ല. അതുകൊണ്ട് വീണ്ടും ആശുപത്രിയിൽ നിന്ന് അന്വേഷണം തുടങ്ങുന്നു. ആദ്യം ആശുപത്രിയുടെ CCTV ഫൂട്ടേജ് എല്ലാം പരിശോധിക്കുന്നു. അതിലൊന്നും സംശയിക്കാൻ ഒന്നുമില്ല, എല്ലാം വളരെ വ്യക്തമാണ്. ശരി എന്ന് പറഞ്ഞ് ആശുപത്രിയുടെ CCTV മാത്രമല്ല, ആ ആശുപത്രിക്ക് ചുറ്റുമുള്ള കടകളിലും ഹോട്ടലുകളിലുമെല്ലാം ഉള്ള CCTV ഫൂട്ടേജ് വാങ്ങുന്നു. അതെല്ലാം ഹെഡ്ക്വാർട്ടേഴ്സിൽ കൊടുത്ത് മൊത്തത്തിൽ വിശകലനം ചെയ്യാൻ പറയുന്നു. അവർ അത് പരിശോധിക്കുന്നത് വരെ കാത്തിരിക്കേണ്ട എന്ന് പറഞ്ഞ് SA ആനന്ദിനെയും കൂട്ടി സെൻട്രൽ ജയിലിലേക്ക് വരുന്നു. ഇങ്ങനെയെന്തെങ്കിലും പുതിയ സംഭവം നടന്നാൽ അതെല്ലാം ജയിലിൽ വെച്ചായിരിക്കും പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നു. അവിടെ വന്ന അയാൾ സെൽവം എന്ന ഒരു തടവുകാരനെ വിളിച്ച് ഇരുത്തി ചോദ്യം ചെയ്യുന്നു. അയാളോട് കുട്ടിയെ കാണാതായതിനെക്കുറിച്ച് പറഞ്ഞ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, അകത്ത് വേറെ എന്തോ പ്രശ്നത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നു.
ഇവിടെ ഒരു സൂചനയും കിട്ടുന്നില്ല. അതുകൊണ്ട് SI അടുത്തതായി ഒരു കശാപ്പുകാരനെ കാണാനായി വരുന്നു. ഇവർ ആരുടെയും അടുത്ത് ഇയാൾ കുറ്റവാളിയോട് ചോദ്യം ചെയ്യുന്നത് പോലെ ചോദ്യം ഒന്നും ചെയ്യുന്നില്ല. കുറ്റവാളിയായിരുന്നാലും അവർക്കിടയിൽ ഇടപാടുകൾ ഉണ്ടാകും. അതോടൊപ്പം കുട്ടിയെ കണ്ടെത്തുകയും വേണം. അതുകൊണ്ട് വളരെ സാധാരണ പോലെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ എന്തിനാണ് പ്രത്യേകിച്ച് ആ കശാപ്പുകാരനെ കാണാൻ വന്നതെന്ന് വെച്ചാൽ ഈ ആൾ ചെറിയ കുട്ടികളെ കൊണ്ട് സിഗ്നലിൽ ഭിക്ഷ എടുപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടിയെക്കുറിച്ചുള്ള വിഷയമായതുകൊണ്ട് ഇയാൾക്ക് അറിയാൻ സാധ്യതയുണ്ടെന്ന് കരുതിയാണ് ഇയാളോട് അന്വേഷിക്കുന്നത്. പക്ഷേ ഇയാൾക്കും ആ കുട്ടി കൈമാറിയതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോഴാണ് കൃത്യമായി CCTV ഫൂട്ടേജ് എല്ലാം പരിശോധിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് കോൾ വരുന്നത്. മൊത്തം ഫൂട്ടേജും പരിശോധിച്ചു നോക്കിയപ്പോൾ എല്ലാം കൃത്യമായിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു സൂചനയും കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു സൂചനയുമില്ലാതെ നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു പിഴവുമില്ലാതെ ചെയ്തതുകൊണ്ട് അകത്തുള്ള ആരെങ്കിലും തന്നെയാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയുന്നു. അതുകൊണ്ട് വീണ്ടും ആശുപത്രിയിലേക്ക് വന്ന അയാൾ ആശുപത്രിയിലുള്ള എല്ലാവരെയും ഓരോരുത്തരെയായി വിളിച്ച് ചോദ്യം ചെയ്യുന്നു. ആശുപത്രിയിലെ വലിയ ഡോക്ടർ, ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ, നഴ്സ്, വാച്ച്മാൻ എന്ന് ഒരുത്തരെയും വിടാതെ ചോദ്യം ചെയ്യുന്നു. CCTV ഫൂട്ടേജിൽ ഇൻകുബേഷൻ വാർഡിൽ നിന്ന് കുട്ടിയെ അമ്മയുടെ അടുത്ത് കൊണ്ടുവരാൻ എത്ര സമയമെടുത്തു എന്ന് നോക്കി അതേസമയം ഇപ്പോഴും ആകുന്നുണ്ടോ എന്ന് നോക്കാൻ മൊബൈലിൽ ടൈമർ വെച്ച് ഇൻകുബേറ്റർ റൂമിലേക്കും വാർഡിലേക്കും പോയി വരുന്നു. അതിൽ അയാൾക്ക് എന്തോ തെറ്റായി തോന്നുന്നു. ഇതെല്ലാം മറികടന്ന് കുട്ടിയെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അകത്തുള്ള ടീം തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് സയ്ക്ക് മനസ്സിലാകുന്നു. അവസാനം ഇൻകുബേഷൻ വാർഡിലുണ്ടായിരുന്ന നഴ്സ് എവിടെയാണെന്ന് അന്വേഷിക്കാൻ ചോദിക്കുമ്പോൾ അവർക്ക് ദുബായിൽ ജോലി കിട്ടി രാജിവെച്ചു പോയി എന്ന് പറയുന്നു. അതുകൊണ്ട് ആ നഴ്സിന്റെ മേൽ സംശയം വരുന്നു. അതുകൊണ്ട് അന്വേഷിക്കാനായി ആ നഴ്സിന്റെ വീട്ടിലേക്ക് വരുന്നു. എന്താ പെട്ടെന്ന് ജോലി വിട്ടത് എന്ന് ചോദിക്കുമ്പോൾ അവർ എനിക്ക് ദുബായിൽ ജോലി കിട്ടിയിട്ടുണ്ട്. 3 മാസം മുൻപേ പേപ്പർ ഇട്ടിരുന്നു സർ, ആശുപത്രിയിലും മുൻപേ അറിയിച്ചിരുന്നു എന്ന് പറയുന്നു. അയാളും ശരി എന്ന് പറഞ്ഞു വേറെ ഒന്നും സംസാരിക്കാതെ കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്, നാളെ ആശുപത്രി വരെ വന്നിട്ട് പോകണം എന്ന് പറഞ്ഞു പോകുന്നു. ഇയാൾ ഇവിടെ നഴ്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേസമയം ആനന്ദ് താൻ വെച്ചിരിക്കുന്ന ലിസ്റ്റിലുള്ളവരെല്ലാം അന്വേഷിക്കാനായി ഒരു ആശുപത്രിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇയാൾ ഇരിക്കുന്ന ആശുപത്രിയിലേക്കാണ് അന്ന് മുത്തശ്ശിയും വന്നിരിക്കുന്നത്. അയാൾ കുഞ്ഞു വിഷയത്തിൽ ഒരു സൂചനയും കിട്ടാതെ വിഷമിച്ച് ഒരിടത്ത് വന്നിരിക്കുമ്പോൾ അയാളുടെ അടുത്തേക്ക് മുത്തശ്ശിയും ക്ഷീണിതയായി വന്നിരിക്കുന്നു. ഇപ്പോഴും കുട്ടിയെ എടുക്കാൻ വേണ്ടിയാണ് ആശുപത്രിയിൽ വന്നിരിക്കുന്നത്. ഇതാ അത് വെച്ചിരിക്കുന്ന മുറുക്ക് സഞ്ചിക്കുള്ളിൽ താഴെ കുഞ്ഞുണ്ട്. അവസാനം വെള്ളം കുപ്പി തുറക്കാൻ കഴിയാതെ ഇയാളുടെ അടുത്ത് കൊടുത്ത് തുറക്കാൻ പറഞ്ഞു വാങ്ങി കുടിക്കുന്നു. അടിക്കുന്ന വെയിലിൽ തലകറങ്ങിപ്പോയെന്ന് തോന്നുന്നു. വെള്ളം കുടിച്ച് അവിടെ നിന്ന് പോകാനായി മുത്തശ്ശി ഒരു സഞ്ചി കയ്യിലെടുക്കുന്നു. ആനന്ദാണ് അത് എടുത്തു കൊടുക്കുന്നത്. മുത്തശ്ശി 2 സഞ്ചിയും എടുത്തു പോകുമ്പോഴാണ് ആനന്ദിന് എന്തോ തോന്നുന്നത്. ആ മുറുക്ക് സഞ്ചിക്ക് എന്തോ ഭാരമുള്ളതായി അയാൾക്ക് തോന്നിയിട്ടുണ്ട്. എന്തോ തെറ്റാണെന്ന് മുത്തശ്ശിയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി സഞ്ചിക്കുള്ളിൽ നിന്ന് കുഞ്ഞ് കണ്ണു തുറന്ന് കൈ ഉയർത്തുന്നു. അത് സഞ്ചിയുടെ വിടവിലൂടെ കാണാൻ ആനന്ദ് അത് കാണുന്നു. ഉടനെ മുത്തശ്ശിയെ വേഗത്തിൽ പിന്തുടർന്നു പോകുന്നു. മുത്തശ്ശിക്ക് വന്ന ഓട്ടോയിൽ കയറി അവിടെ നിന്ന് പോകുന്നു. ആനന്ദ് അവിടെ മുത്തശ്ശിയെ മിസ് ചെയ്യുന്നു. അതുകൊണ്ട് മുത്തശ്ശിയെ അവിടെ നിന്ന് പിന്തുടർന്നു പോകുന്നു. മുത്തശ്ശി ഒരിടത്ത് ഇറങ്ങി ഒരു ഏരിയയിലേക്ക് പോകുന്നു. സഞ്ചിയും എടുത്ത് ഇടവഴികളിലൂടെ നടന്നു പോകുമ്പോൾ ആനന്ദും പിന്നാലെ പിന്തുടർന്നു പോകുന്നു. അവസാനം ഒരു വഴിക്കൂടെ അവളുടെ വീട്ടിൽ എത്തുന്നു. ഉടനെ ആ കാര്യം SIയെ വിളിച്ചു പറയുന്നു. അയാൾ നീ ഒന്നും ചെയ്യരുത്, എനിക്ക് ലൈവ് ലൊക്കേഷൻ അയച്ചിട്ട് അവരെ പിന്തുടർന്ന് മാത്രം പോകുക എന്ന് പറയുന്നു. ആനന്ദ് ഒളിഞ്ഞിരുന്ന് ആ വീടിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ആ വീട്ടിലേക്ക് ഒരു സ്ത്രീ വരുന്നു. അവർ മുത്തശ്ശി എടുത്തുകൊണ്ടുവന്ന കുഞ്ഞിന് പാൽ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. അടുത്തതായി ആ വീട്ടിലേക്ക് ഒരുവൻ വരുന്നു. പോകുമ്പോൾ മുത്തശ്ശിയുടെ മുറുക്ക് സഞ്ചിയുമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഇവനെ ഉടനെ പിന്തുടർന്നു പോകുന്നു. അവൻ പുതുതായി കെട്ടിക്കൊണ്ടിരിക്കുന്ന ആളങ്കമില്ലാത്ത ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. അവിടെ നോക്കുമ്പോൾ ഇവനു വേണ്ടി നേരത്തെ 4-5 പേർ കാത്തിരിക്കുന്നുണ്ട്. അവിടെയുള്ള ഒരു മുറിയിൽ ഒതുക്കി കുഞ്ഞിരിക്കുന്ന സഞ്ചിയും വെച്ച് അവൻ കൂട്ടാളികളോടൊപ്പം ചീട്ട് കളിക്കാൻ തുടങ്ങുന്നു. മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് വാങ്ങി ആ കുട്ടിയെ ആർക്കോ കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എങ്ങനെയോ ഏകദേശം അവർ ചീട്ട് കളിക്കുന്ന നിലയുടെ മുകളിൽ എത്തുന്നു. അതേസമയം SIയും 2-3 പേരെയും കൂട്ടി തന്റെ ടീമുമായി ആ സ്ഥലത്ത് എത്തുന്നു. എന്നിരുന്നാലും ആനന്ദ് അവരോട് മുകളിൽ വരേണ്ടെന്ന് പറഞ്ഞ് അവിടെ തന്നെ കാത്തിരിക്കാൻ പറയുന്നു. കുട്ടിയെ ആദ്യം എടുത്തിട്ട് പിന്നീട് വിളിക്കാം എന്ന് പ്ലാൻ ചെയ്ത അയാൾ പതിയെ കുഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നു. പതിയെ വന്നാലും അയാൾ വരുമ്പോൾ ശബ്ദം കേൾക്കുന്നു. അത് കേട്ട് അവിടെ വന്ന ഗുണ്ടകളെല്ലാം ആനന്ദിനെ വളയുന്നു. ആനന്ദ് കുഞ്ഞിരിക്കുന്ന സഞ്ചി കയ്യിലെടുക്കുമ്പോൾ ഗുണ്ടകളെല്ലാം അയാളെ വളഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങുന്നു. എന്നിരുന്നാലും ഇയാൾ ഒരു കൈയിൽ കുട്ടിയെ വെച്ചുകൊണ്ട് അവരെല്ലാവരെയും നേരിടുന്നു. ഇങ്ങനെ ആനന്ദും ആ സംഘവും ഭയങ്കരമായി വഴക്കുണ്ടാക്കുന്നു.
എങ്ങനെയോ അവസാനം പോലീസ് മുകളിൽ എത്തുന്നു. പോലീസുകാർ അവരെല്ലാവരെയും വളഞ്ഞു പിടിക്കുന്നു. കൃത്യമായി അപ്പോൾ കുട്ടിയെ എടുത്തു കൊണ്ടുവന്നവന്റെ ഫോൺ അടിക്കുന്നു. ആരാണെന്ന് നോക്കിയാൽ അവനു മുകളിൽ ഉള്ളവനാണ് വിളിക്കുന്നത്. ഒന്നും സംഭവിക്കാത്ത പോലെ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ പറയുന്നു. വിളിച്ചവൻ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ അപ്പാർട്ട്മെന്റിലേക്ക് ഒരു കാർ വരുന്നു. കോൾ വന്നയുടനെ എല്ലാവരും താഴെ തന്നെ കാത്തിരിക്കുന്നുണ്ട്. കാർ വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും കാറിൽ നിന്ന് ആരും ഇറങ്ങുന്നില്ല. അതുകൊണ്ട് കുഞ്ഞുണ്ടെന്ന് തോന്നിക്കുന്ന ഒരു പെട്ടിയെ കുണ്ടയുടെ കയ്യിൽ കൊടുത്ത് അയക്കുന്നു. അവനും കുട്ടിയെ എടുക്കുന്നതുപോലെ പെട്ടി എടുത്ത് കാറിനടുത്തേക്ക് പോകുന്നു. പക്ഷേ പെട്ടെന്ന് അണ്ണാ പുറത്തു വരരുത്, ഇവിടെ നിന്ന് രക്ഷപ്പെടൂ എന്ന് അലറുമ്പോൾ കാറിലുള്ളവനും യൂടേൺ എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. പക്ഷേ ആനന്ദ് വേഗത്തിൽ ഓടി വന്ന് ഗേറ്റ് പൂട്ടിയിടുന്നു. ഇപ്പോൾ കാറിലുണ്ടായിരുന്നവനെയും മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് കുട്ടിയെ വാങ്ങി വന്നവനെയും മുത്തശ്ശിയെയും വരെ എല്ലാവരെയും പിടികൂടി. പക്ഷേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാതെ ഒരു ലോഡ്ജിൽ കൊണ്ടുവന്ന് എല്ലാവരെയും ഓരോ മുറികളിൽ അടച്ചിടുന്നു. ഇവർക്കെല്ലാം മുന്നേ ഇതിനു മുൻപേ ചോദ്യം ചെയ്ത നഴ്സിനെയാണ് അവിടെ പൂട്ടിയിട്ടിരിക്കുന്നത്. ഇപ്പോൾ കുടുങ്ങിയവൻ നഴ്സ് ഏജൻസി നടത്തുന്നവനാണ്. ഇവന്റെ അടുത്ത് ഇപ്പോൾ ഈ കുട്ടിയെ എന്തിനാണ് വാങ്ങാൻ വന്നത്, കൊണ്ടുപോയി എന്തു ചെയ്യാനാണ് എന്ന് ചോദിക്കുമ്പോൾ അവൻ, എനിക്ക് ഒരുപാട് വർഷങ്ങളായി കുട്ടികളില്ല സാർ, അതാണ് ഒരു ഏജന്റ് വഴി ഇങ്ങനെ ശ്രമിച്ചത് എന്ന് പറയുന്നു. പക്ഷേ ഇവന് 2 പെൺകുട്ടികളുണ്ട്. നിനക്ക് 2 പെൺകുട്ടികളുണ്ടെന്ന് അറിയാണ്ടാ, നിനക്ക് ഇതിനുമപ്പുറം രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് നമ്മുടെ ആളുകൾ പറയുന്നു. ആനന്ദിന്റെ കുഞ്ഞ് എവിടെ, എന്തിനാണ് മാറ്റിവെച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവൻ, എനിക്കൊന്നും അറിയില്ല, നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നു. ഇതേ ലോഡ്ജിൽ തന്നെയാണ് ഒരു മുറിയിൽ നഴ്സിനെ പൂട്ടിയിട്ടിരിക്കുന്നത്. ആ മുറിയിലേക്ക് ഒരാളെയും കൊണ്ടുവരുന്നു. അവരെ കണ്ടയുടനെ ഈ നഴ്സ് അയ്യോ അയ്യോ എന്ന് കരയാൻ തുടങ്ങുന്നു. ഇവിടെയാണ് ആദ്യത്തെ ട്വിസ്റ്റ്. ഈ നഴ്സ് ഒറ്റപ്പെന്നല്ല, അവർ ഇരട്ടകളാണ്. ഈ കാര്യം ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് പോലും അറിയില്ല. കുട്ടിയെ മാറ്റിവെച്ചാൽ ദുബായിൽ ജോലിക്ക് അയക്കാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് അവരെ കൊണ്ട് കുട്ടിയെ എടുപ്പിച്ചിരിക്കുന്നു. ഇതിനുവേണ്ടി മുൻപേ പല ദിവസങ്ങളിലായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇരട്ടകളിൽ ഒരു പെൺകുട്ടി കുട്ടികളുടെ തുണിയെല്ലാം വെക്കുന്ന പ്ലാസ്റ്റിക് പെട്ടിക്കുള്ളിൽ വെച്ച് മുൻപേ അകത്തേക്ക് കൊണ്ടുപോയിരുന്നു. ഇരട്ടകളിൽ മറ്റൊരു നഴ്സ് ഡോക്ടറോടൊപ്പം കുട്ടിയെ എടുക്കാൻ വരുമ്പോൾ ആ പെൺകുട്ടി ഇവളുടെ കയ്യിൽ കുട്ടിയെ കൈമാറുന്നു. അകത്തുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ആ വാർഡിൽ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി വഴി എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തുവന്ന് ആനന്ദിന്റെ കുട്ടിയെ മുത്തശ്ശിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഇങ്ങനെ ഈ നഴ്സ് ഇരട്ടകളാണെന്ന് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് പോലും അറിയില്ല. അത് നഴ്സ് ഏജന്റ് കൃത്യമായി ഉപയോഗിച്ചു. ഈ നഴ്സിന്റെ വീട്ടിലേക്ക് അവരെ ചോദ്യം ചെയ്യാൻ പോയപ്പോൾ അവർ ഇരട്ടകളാണെന്ന് കണ്ടെത്തി. ഇപ്പോൾ വീണ്ടും നഴ്സ് ഏജന്റിനെ തല്ലി ചോദ്യം ചെയ്യുന്നു. അവൻ വീണ്ടും പറഞ്ഞത് തന്നെ പറയുന്നതല്ലാതെ മറ്റൊന്നും പറയുന്നില്ല. ഇത് ശരിയാവില്ലെന്ന് കരുതി അവന്റെ 2 പെൺകുട്ടികളും എവിടെയാണ്, എന്തു ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കാരണം അവരുടെ ജീവിതം നശിച്ചു പോകും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. അപ്പോഴാണ് അവൻ തന്റെ കുടുംബത്തെ പേടിച്ച് പതിയെ സത്യം പറയാൻ തുടങ്ങുന്നത്. രാജേന്ദ്രൻ എന്ന ഒരാളുടെ അടുത്തു നിന്നാണ് ഓർഡർ വരുന്നത്. അവനോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ പോലും അവൻ ഫോണില്ല, നേരിട്ട് പോയി സംസാരിക്കണം. അതുകൊണ്ട് അവൻ ആരെങ്കിലും വഴി വിളിച്ചുവിട്ടാലേ കിട്ടൂ. ഈ രാജേന്ദ്രൻ സെക്യൂരിറ്റി ഏജൻസി നടത്തുന്നുണ്ട്. ആനന്ദിന്റെ കുഞ്ഞ് ജനിച്ച സ്വകാര്യ ആശുപത്രിയിൽ അവന്റെ സെക്യൂരിറ്റി ജീവനക്കാരാണ് എല്ലാവരും. ഏജന്റിന് അവനെ മാത്രമേ അറിയൂ, വേറെ ആരെയും അറിയില്ല എന്ന് പറയുന്നു. ഇങ്ങനെ ഈ ശൃംഖലയിൽ ഒരാൾക്ക് മുകളിലുള്ളവരെ മാത്രമാണ് അറിയൂ. അല്ലാത്തപക്ഷം ഇത് ആരാണ് നടത്തുന്നത്, എന്തിനാണ് ചെയ്യുന്നത് എന്ന് അവർക്ക് പോലും അറിയില്ല. അവസാനം ഇപ്പോൾ മുത്തശ്ശിയുടെ അടുത്ത് വരുന്നു. അവളോട് ഇങ്ങനെ ജനിച്ച കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിൽക്കുന്നതിൽ ലജ്ജയില്ലേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി, ഇത് എന്റെ തൊഴിലാണ് എന്ന് വളരെ ധൈര്യത്തോടെ പറയുന്നു. പറയുകയാണെങ്കിൽ ഞാൻ എല്ലാവരെയും സഹായിക്കുകയാണ്. ഒരുപാട് പെൺകുട്ടികൾ കുട്ടികളെ ബസ് സ്റ്റാൻഡിലും സ്റ്റേഷനിലും മാലിന്യക്കൂമ്പാരത്തിലുമെല്ലാം ഉപേക്ഷിച്ചു പോകുന്നു. ആ കുട്ടികളെല്ലാം കുട്ടികളില്ലാത്തവർക്ക് ഞാൻ എടുത്തു കൊടുക്കും. അതുപോലെ തന്നെയാണിത്. എന്റെ പരിധിയിൽ ഞാൻ സർക്കാർ ആശുപത്രികളിൽ മാത്രമേ കൈവെക്കാറുള്ളൂ. ഇത്തവണ ഇരട്ടി പണമാണെന്ന് പറഞ്ഞതുകൊണ്ട് സ്വകാര്യ ആശുപത്രിയിൽ കൈവച്ചു എന്ന് മുത്തശ്ശി വളരെ സാധാരണ പോലെ പറയുന്നു. കിക്കാരിക്ക് എന്ത് ധാർഷ്ട്യം, എവിടെ നിന്ന് എടുത്ത കുട്ടിയെ എവിടെ വെച്ചു എന്ന് ചോദിക്കുമ്പോൾ സർക്കാർ ആശുപത്രി 7ാമത്തെ വാർഡ് 3ാമത്തെ കട്ടിൽ എന്ന് കൃത്യമായ വിവരങ്ങൾ നൽകുന്നു. ഒരു വഴി കൂടെ ഇപ്പോൾ ആ കുഞ്ഞ് എവിടെ നിന്ന് വന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. അത് വെച്ച് അവിടെ അഡ്മിറ്റ് ആയവരുടെ വിവരങ്ങളെല്ലാം എടുത്ത് അവരെ വിളിക്കുന്നു. അത് അവരുടെ കുട്ടിയാണെന്ന് സ്ഥിരീകരിക്കുന്നു. ആരുടേതാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഇപ്പോൾ ആ കുട്ടിയെ അവരുടെ അച്ഛനമ്മമാരുടെ അടുത്ത് ഏൽപ്പിക്കണം. ഈ കാര്യം ദിവ്യയോട് എങ്ങനെ പറയണം എന്ന് അറിയാതെ ഭയത്തോടെ ആനന്ദ് വീട്ടിലേക്ക് വരുന്നു.
എന്നിരുന്നാലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് മനസ്സുറപ്പിച്ച് ഈ കാര്യം ദിവ്യയോട് പറയുന്നു. അവർക്കും കുട്ടിയെ കൊടുക്കണമെന്ന് മനസ്സിലാകുന്നു. എന്നിരുന്നാലും കൊടുക്കാൻ മനസ്സുവരുന്നില്ല. അങ്ങനെ അവിടെ ഇരുന്ന് ഭയങ്കരമായി കരയാൻ തുടങ്ങുന്നു. ആനന്ദ് അവളെ കഷ്ടപ്പെട്ട് മനസ്സിലാക്കി സമാധാനിപ്പിക്കുന്നു. അന്ന് വേറെ വഴിയില്ലാത്തതുകൊണ്ട് കുട്ടിയെയും എടുത്ത് അതിന്റെ വീട്ടിലേക്ക് വരുന്നു. കുട്ടിയെ കാണാതായെന്ന് ദുഃഖത്തിലായിരുന്ന മാതാപിതാക്കൾക്ക് കുട്ടിയെ കണ്ടയുടനെ സന്തോഷക്കണ്ണീരാകുന്നു. അതിനുമപ്പുറം അവിടെ നിന്നാൽ കുട്ടിയെക്കുറിച്ച് ഓർമ്മ വരുമെന്ന് കരുതി കുട്ടിയെ അവരെ ഏൽപ്പിച്ച് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. പക്ഷേ വീട്ടിൽ വന്നതിനു ശേഷം കുഞ്ഞ് കഴിച്ചോ ഉറങ്ങിയോ എന്തു ചെയ്യുന്നു എന്ന് ദിവ്യ കുഞ്ഞിന്റെ ഓർമ്മയിൽ തന്നെ ഇരിക്കുന്നു. അതേസമയം രാജേന്ദ്രൻ എവിടെയാണെന്ന് വിവരം കിട്ടുന്നു. അത് വെച്ച് രാത്രി ആനന്ദ് അവന്റെ സ്ഥലത്തേക്ക് വരുന്നു. അവൻ അന്ന് പതിവായി പോകാറുള്ള ബാറിൽ ഇരിക്കുന്നു. അവിടെ നോക്കുമ്പോൾ ഏതോ ഒരു സംഘം അവനെ കൊല്ലാനായി വളഞ്ഞു നിൽക്കുന്നു. അവർ രാജേന്ദ്രനെ വെട്ടിക്കൊല്ലാൻ പോകുന്നു. അപ്പോൾ കൃത്യമായി ആനന്ദ് അകത്തേക്ക് കയറി അവരെ തടയുന്നു. ഇപ്പോൾ അവൻ മരിച്ചാൽ കുഞ്ഞ് എവിടെയാണെന്ന് അറിയാതെ പോകുമല്ലോ. അതുകൊണ്ട് അയാളും ഒരുപാട് തടയാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ അവർ ആനന്ദിനെ വളഞ്ഞു പിടിച്ച് അയാളുടെ വായിൽ മദ്യം ഒഴിച്ചു കൊടുത്ത് അയാളെ ബോധം കെടുത്തുന്നു. ബോധം തെളിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ രാജേന്ദ്രൻ മരിച്ചു കിടക്കുന്നു. ഇപ്പോൾ അയാൾക്കുണ്ടായിരുന്ന ഏക സൂചനയും പോയി. അടുത്ത ദിവസം ഇപ്പോൾ രാജേന്ദ്രന്റെ വീട് കാണിക്കുന്നു. അവന്റെ മരണാനന്തര ചടങ്ങിൽ ഒരുപാട് പേർ വരുന്നുണ്ട്. ഇവൻ 2 ഭാര്യമാരുണ്ട്. 2 ഭാര്യമാർക്കും രണ്ട് കുട്ടികളുണ്ട്. പക്ഷേ അവർക്ക് പരസ്പരം ഒട്ടും യോജിക്കുന്നില്ല. ഇവന്റെ മരണം വഴി എന്തെങ്കിലും സൂചന കിട്ടുമോ എന്ന് സ്വയം ആനന്ദും ആ മരണവീട്ടിലാണ്. വരുന്നവരെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ അവസാനം ഒരു കാർ വരുന്നത്. അതിൽ ഒരാൾ ടിപ്ടോപ്പായി വന്നിറങ്ങുന്നു. വന്നവൻ അവന് മാലയിട്ട് അഞ്ജലി അർപ്പിച്ചിട്ട് ഉടനെ അവിടെ നിന്ന് പോകുന്നു. കാണാൻ വലിയ ആളാണെന്ന് തോന്നുന്നു. ഇവന്റെ മരണാനന്തര ചടങ്ങിൽ വന്നിട്ട് പോയതുകൊണ്ട് 2 പേർക്കും വന്നവനെക്കുറിച്ച് സംശയം വരുന്നു. പക്ഷേ ഇപ്പോൾ ആ സ്ഥലത്ത് വേറെ ഒരു സൂചനയും കിട്ടുന്നില്ല. മറ്റൊരു വശത്ത് കുട്ടിയുടെ അമ്മ ദിവ്യയെ വിളിക്കുന്നു. അവർ കുട്ടിയെ കാണാതായെന്ന് ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ നിങ്ങൾ വഴിയാണ് എനിക്ക് കുട്ടിയെ കിട്ടിയത്. ഭയങ്കര ശക്തിയുള്ള ദൈവമാണ്. ഞങ്ങൾ ഇപ്പോൾ ആ അമ്പലത്തിലേക്കാണ് പോകുന്നത്. നിങ്ങളും വരൂ എന്ന് വിളിക്കുന്നു. ദിവ്യയും അവർ പറയുന്നത് കൊണ്ട് നാളെ വരാം എന്ന് പറയുന്നു. അന്ന് വീണ്ടും കശാപ്പുകാരനോട് ഈ രാജേന്ദ്രനെക്കുറിച്ച് അന്വേഷിക്കാനായി വരുന്നു. അവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ്. രാജേന്ദ്രനെ കൊല്ലാൻ വന്നപ്പോൾ ഒരാൾ ആനന്ദിന് മദ്യം ഒഴിച്ചില്ലേ, ആ പയ്യൻ ആ കശാപ്പുകാരന്റെ ആളാണ്. വന്നവരെല്ലാം മുഖം മറച്ചിട്ടാണ് വന്നത്. പക്ഷേ അവൻ ഇട്ടിരുന്ന ടാറ്റു വെച്ച് ആനന്ദ് ഇപ്പോൾ കണ്ടെത്തി. ഉടനെ രാജേന്ദ്രനെ എന്തിനാണ് കൊന്നത് എന്ന് ചോദിച്ച് അവനെ തല്ലാൻ തുടങ്ങുന്നു. പിന്നാലെ മറ്റു ഗുണ്ടകളും വേഗത്തിൽ ആക്രമിക്കാൻ വരുമ്പോൾ ആനന്ദ് അവരെ എല്ലാവരെയും അടിച്ച് അവസാനം കശാപ്പുകാരന്റെ കഴുത്തിൽ കത്തിവെക്കുന്നു. എന്തിനാണ് രാജേന്ദ്രനെ കൊന്നത്, ആര് കൊല്ലാൻ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് കശാപ്പുകാരൻ സത്യം പറയുന്നത്. രാജേന്ദ്രന്റെ മരണാനന്തര ചടങ്ങിൽ ടിപ്ടോപ്പായി വന്നവനാണ് രാജേന്ദ്രനെ കൊല്ലാൻ പറഞ്ഞത്. പക്ഷേ എന്തിനാണെന്ന് ഇവർക്ക് പോലും അറിയില്ല. മരണാനന്തര ചടങ്ങിൽ വന്ന ഈ ആൾ വേറെ ആരുമല്ല, സിനിമയുടെ തുടക്കത്തിൽ മെഡിക്കൽ കോഡിംഗ് ചെയ്യുന്ന ഒരാളെ കാണിച്ചില്ലേ, അതായത് മെഡിക്കൽ ഏജന്റ് ഒരാളെ കാണിച്ചില്ലേ, അവനാണ് പ്രധാന വില്ലൻ. കൂടെയുണ്ടായിരുന്ന ആംബുലൻസ് ഡ്രൈവർ വേറെ ആരുമല്ല, ഇപ്പോൾ മരിച്ച രാജേന്ദ്രനാണ്. തുടക്കത്തിൽ ഇവൻ കുട്ടികളില്ലാത്ത ഒരാൾക്ക് അപകടത്തിൽപ്പെട്ടവരുടെ കുട്ടിയെ കൊടുത്തല്ലോ. ആ ആൾക്ക് വർഷങ്ങൾക്കു ശേഷം ഇവൻ വഴി കുഞ്ഞ് കിട്ടിയതുകൊണ്ട് ഇവൻ വലിയ തുക കൊടുത്തിട്ടുണ്ട്. അത് അവനും ആംബുലൻസ് ഡ്രൈവർ രാജേന്ദ്രനും പാതി എടുക്കുന്നു. അറിയാതെ നടന്ന ഒരു തെറ്റ് കാരണം ഇപ്പോൾ ഒരു വലിയ ലാഭം ഇവൻ കിട്ടിയിരിക്കുന്നു. ഇത് പ്രതീക്ഷിക്കാതെ യാദൃശ്ചികമായി നടന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് അവസാനിക്കുന്നു. പക്ഷേ ഇപ്പോൾ കുഞ്ഞിനെ വാങ്ങിക്കൊണ്ടുപോയവൻ വഴി അവന് അറിയാവുന്ന കുട്ടികളില്ലാത്തവരെല്ലാം ഇവനെ ബന്ധപ്പെടാൻ തുടങ്ങുന്നു. ഇങ്ങനെ ഓരോരുത്തരായി എനിക്ക് കുഞ്ഞു വേണം എന്ന് വന്നു നിൽക്കുന്നു. പണം കാണാൻ തുടങ്ങിയാൽ കൈ വെറുതെ ഇരിക്കില്ലല്ലോ. അതുകൊണ്ട് സ്വന്തമായി ഒരു മെഡിക്കൽ സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങുന്നു. ആ സോഫ്റ്റ്വെയറാണ് ഇപ്പോൾ മിക്ക ആശുപത്രികളിലും ഉള്ളത്. രോഗി അകത്ത് വന്ന് അഡ്മിഷൻ ഇടുന്നത്, എക്സ്റേ, സ്കാൻ എന്ന് എല്ലാം ആ സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തും. അത് വെച്ച് കുഞ്ഞിനെ ചോദിക്കുന്നവർക്കെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത് കുഞ്ഞിനെ എടുത്തു കൊടുത്ത് നന്നായി പണം കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഈ കുട്ടികളുടെ പണമിടപാടുകളെല്ലാം അമ്പലത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പേർ വന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്തിടെ ഇവന്റെ അടുത്ത് ഒരു അമേരിക്കയിൽ നിന്ന് വന്നമ്മളുടെ നാട്ടിലുള്ള ദമ്പതികൾ വരുന്നു. ഇവർ എല്ലാവരെയും പോലെ കുട്ടികളില്ലെന്ന് പറഞ്ഞ് കുഞ്ഞിനെ ചോദിച്ചില്ല. ഇവർ പുതിയ രീതിയിൽ ഒരു പ്രത്യേക ലഗ്നത്തിൽ ജനിക്കുന്ന കുഞ്ഞിനെയാണ് ചോദിക്കുന്നത്. അമേരിക്കയിലായിരുന്നാലും ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വാസമുണ്ട്.
കൂടുതൽ പണം നൽകാമെന്ന് പറയുന്നു. അതുകൊണ്ട് ഇവൻ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയി ആ ലഗ്നത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അയാൾ ഒരു പ്രത്യേക രാശി നക്ഷത്രം പറഞ്ഞ് അത് ഒരു പ്രത്യേക തീയതികളിൽ ജനിക്കാം എന്ന തീയതിയൊക്കെ നൽകുന്നു. അത് വെച്ച് ആ മാനദണ്ഡത്തിൽ ഏതെങ്കിലും കുഞ്ഞ് കിട്ടുമോ എന്ന് തന്റെ സോഫ്റ്റ്വെയറിൽ പരിശോധിക്കുമ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ദിവ്യയ്ക്ക് ആ തീയതി കൊടുത്തിരിക്കുന്നത് കാണുന്നു. അതുകൊണ്ട് ആ കുട്ടിയെ എടുക്കാൻ കൃത്യമായി ടീമിനെ വെച്ച് പ്ലാൻ ചെയ്യുന്നു. ജ്യോത്സ്യൻ പറഞ്ഞതുപോലെ കൃത്യമായ തീയതിയിലും സമയത്തിലും ആനന്ദിന് കുഞ്ഞ് ജനിക്കുന്നു. അത്രയേ ഉള്ളൂ. പ്ലാൻ പ്രകാരം വേറൊരു കുട്ടിയെ വെച്ചിട്ട് ഇവരുടെ കുട്ടിയെ എടുത്ത് അമേരിക്കൻ ദമ്പതികൾക്ക് കൊടുക്കുന്നു. അവർ കൃത്യമായി ചോദിച്ച കുഞ്ഞിനെപ്പോലെ കിട്ടിയതുകൊണ്ട് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാകുന്നു. പക്ഷേ കുഞ്ഞിനെ കാണാതായെന്ന് പറഞ്ഞ് ആനന്ദ് രംഗത്തിറങ്ങി. ഇത്രയും ദൂരം വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചില്ല. ഏകദേശം നഴ്സ് ഏജന്റ് വരെയും പിടിച്ച് രാജേന്ദ്രന്റെ പേര് കണ്ടെത്തി. ഇപ്പോൾ രാജേന്ദ്രൻ കുടുങ്ങിയാൽ ഇവനും കുടുങ്ങുമല്ലോ. അതാണ് ഖശാപ്പുകാരനെ വെച്ച് രാജേന്ദ്രനെ കൊന്നുകളഞ്ഞത്. അങ്ങനെ ആ കഥയിൽ നിന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ വർത്തമാനകാലം കാണിക്കുന്നു. ഏകദേശം 3 ആഴ്ചയായി. അമേരിക്കൻ ദമ്പതികൾ തിരികെ അവരുടെ നാട്ടിലേക്ക് പോകുകയാണ്. അതുകൊണ്ട് അമ്പലത്തിൽ വന്നിട്ട് പോകാം എന്ന് പറയുന്നുണ്ട്. ഏജന്റിനെയും മീറ്റ് ചെയ്തിട്ട് പോകാം എന്ന് പറഞ്ഞ് അവനെയും ആ അമ്പലത്തിലേക്ക് വിളിക്കുന്നു. ദിവ്യ വന്ന അതേ അമ്പലത്തിലേക്കാണ് ഇവരും വന്നിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അത് നിറവേറും എന്ന് കുട്ടിയുടെ അമ്മ പറയുന്നു. അതുപോലെ ദിവ്യയും കുഞ്ഞിനുവേണ്ടി പ്രാർത്ഥിച്ച് അമ്പലം ചുറ്റി വരുമ്പോൾ കൃത്യമായി ആ ദമ്പതികൾ കുഞ്ഞിനെയും കൊണ്ട് അവിടെ എത്തുന്നു. ദിവ്യ അവരുടെ കുഞ്ഞിനെ കടന്നു പോകുമ്പോൾ അവർക്ക് ഉള്ളിൽ എന്തോ തോന്നുന്നു. പക്ഷേ പരസ്പരം കടന്നു പോകുന്നു. അതിനുശേഷം അകത്ത് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ അവരും കുഞ്ഞിനെയും കൊണ്ട് ദിവ്യയുടെ അടുത്തു വന്ന് നിൽക്കുന്നു. ദിവ്യയ്ക്ക് ഇപ്പോഴും ഉള്ളിൽ എന്തോ തോന്നുന്നുണ്ട്. അർച്ചന ചെയ്യാൻ പൂജാരി അവരുടെ അടുത്ത് വന്ന് രാശി നക്ഷത്രം ചോദിക്കുമ്പോൾ അവരും കുട്ടിയുടെ രാശിയെല്ലാം പറയുന്നു. ഇത് നമ്മുടെ കുട്ടിയുടേതാണല്ലോ എന്ന് ദിവ്യയ്ക്ക് ഭയങ്കര ഞെട്ടലുണ്ടാകുന്നു. അപ്പോൾ കൃത്യമായി കുഞ്ഞ് കരയാൻ തുടങ്ങുന്നു. അത് കണ്ടിട്ട് ദിവ്യ ഞാൻ കുട്ടിയെ വെച്ചുകൊള്ളാം എന്ന് ചോദിക്കുമ്പോൾ ആഗ്രഹിച്ചു ചോദിക്കുന്നതുകൊണ്ട് ഇവരും ദിവ്യയ്ക്ക് കുട്ടിയെ കൊടുക്കുന്നു. അപ്പോഴാണ് ഏജന്റും ആ അമ്പലത്തിൽ വരുന്നത്. ഈ ദമ്പതികളെ കണ്ടിട്ട് കൃത്യമായി അവരുടെ അടുത്തു വന്ന് നിൽക്കുന്നു. കുഞ്ഞ് ദിവ്യയുടെ കയ്യിലായിരിക്കുന്നത് കണ്ടിട്ട് അവൻ ഒരു വശത്ത് ഞെട്ടലുണ്ടാകുന്നു. ആ ദമ്പതികൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ദിവ്യയുടെ കയ്യിൽ നിന്ന് കുട്ടിയെ വാങ്ങുന്നു. കുഞ്ഞ് ദിവ്യയുടെ താലി മുറുകെ പിടിച്ചു വിടുന്നില്ല. അത് കണ്ട ഏജന്റിന് ഇത് ശരിയാവില്ലെന്ന് കരുതി കുട്ടിയെ ദിവ്യയുടെ കയ്യിൽ നിന്ന് ബലമായി പിടിച്ചു വാങ്ങി അമേരിക്കൻ ദമ്പതികളെയും കൊണ്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. കുറച്ചുനേരം ഞെട്ടലിലായിരുന്ന ദിവ്യ ആ ഞെട്ടലിൽ നിന്ന് പുറത്തുവന്ന് അവരെ പിന്തുടർന്നു പോകുന്നു. ഏജന്റ് അവരെ അവിടെ നിന്ന് വേഗത്തിൽ കൊണ്ടുപോകുന്നു. അപ്പോഴാണ് കൃത്യമായി ഖശാപ്പുകാരൻ വഴി ഇവനാണ് എല്ലാം ചെയ്യുന്നതെന്ന് അറിഞ്ഞ ആനന്ദ്. അവൻ ഇവിടെയുണ്ടെന്നറിഞ്ഞ് കൃത്യമായി അമ്പലത്തിൽ എത്തുന്നു. അവിടെ ആനന്ദും ദിവ്യയും പരസ്പരം കാണുന്നു. ദിവ്യ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ കഴിയാതെ അവരെ കാണിച്ച് എന്റെ കുഞ്ഞ് എന്ന് അലറുന്നു. അത് കണ്ട് ആനന്ദ് വേഗത്തിൽ ഓടിപ്പോയി അവരുടെ കാർ നിർത്തുന്നു. ഒരു വഴി കൂടെ തന്റെ കുട്ടിയെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നു. ആനന്ദ് ഡോക്ടറെ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അകത്തേക്ക് കയറിയ ഒരാൾ കത്തിവെച്ച് ഏജന്റിനെ ഒറ്റ കുത്തിന് കുത്തി കൊല്ലുന്നു. ആരാടാ ഇവൻ എന്ന് നോക്കുമ്പോൾ ഇവൻ രാജേന്ദ്രന്റെ മൂത്ത മകനാണ്. രാജേന്ദ്രനെ ഇവനാണ് കൊന്നതെന്ന് മകനെ അറിയിച്ചിരുന്നു. അതാണ് അച്ഛനെ കൊന്നവനോട് പ്രതികാരം തീർത്തത്. എങ്ങനെയോ ഒരുപാട് പോരാട്ടങ്ങൾക്കു ശേഷം രണ്ടുപേർക്കും തങ്ങളുടെ കുട്ടിയെ കിട്ടുന്നു. ഇപ്പോഴാണ് അവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത്. തെറ്റ് ചെയ്തവർ ആരും രക്ഷപ്പെടില്ല, ശിക്ഷയ്ക്കുള്ള സമയം വൈകുന്നുവെന്നേയുള്ളൂ എന്ന് അവൻ പറഞ്ഞ ഡയലോഗും അവൻ മരിച്ചു കിടക്കുന്ന ഫ്രെയിമും ഈ സിനിമ അവസാനിക്കുന്നു. ഈ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റുകളിൽ പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.